വടകരയിൽ തുടക്കം മുതൽ വലിയ പോരാട്ടമാണ്. സൈബർ പോരിലേക്ക് അത് വളരുന്നു. പരാതി പ്രളയമുണ്ടാകുന്നു. അങ്ങനെ സജീവമായിരുന്നു വടകര ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. മിഥില ബാലൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ? പറയൂ. ഉന്മേഷേ, പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അപ്പോഴും ഇവിടെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാവിലെ ഇടതു വലത് മുന്നണികളെ കണ്ടപ്പോഴും ഈ ഒരു വ്യക്തിഹത്യാ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇരു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥിയുടെ അറിവോടെ തന്നെയാണ് ഈ ഒരു വ്യക്തിഹത്യ നടന്നതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് LDF സ്ഥാനാർത്ഥി. ഈ ഒരു സാഹചര്യത്തിലാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്നും പറയുന്നു. അതേസമയം തന്നെ വ്യക്തിഹത്യ നടത്തി വോട്ട് നേടേണ്ട, ജയിക്കേണ്ട ഒരവസ്ഥ തനിക്കില്ല. തൻ്റെ അറിവോടെയല്ല ഇത് നടന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് താൻ എന്താണെന്നും വടകരയിലെ ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നും പൂർണ്ണ വിജയപ്രതീക്ഷയാണുള്ളതെന്നും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറയുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ മണ്ഡലത്തിൽ കണ്ട പ്രചാരണ വിഷയങ്ങളിൽ കണ്ട വ്യക്തിഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഈ അവസാന നിമിഷവും പ്രചാരണ വിഷയമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് കൊട്ടിക്കലാശമാണ്. തലശ്ശേരിയിലാണ് വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ കൊട്ടിക്കലാശമുള്ളത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് LDFനും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് UDFനും BJPക്കുമാണ് നൽകിയിട്ടുള്ളത്. ഈ പ്രചാരണ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ആ ഒരു ആവേശം. ചെറിയ ചെറിയ സ്വീകരണ യോഗങ്ങൾ പോലും വലിയ ആൾക്കൂട്ടങ്ങളാകുന്ന കാഴ്ചയാണ് വടകരയിൽ കണ്ടിട്ടുള്ളത്. സമാനമായ രീതിയിൽ കൊട്ടിക്കലാശത്തിനും ആളുകളെ എത്തിച്ച് തങ്ങളുടെ ഒരു ശക്തി പ്രകടനമായി മാറ്റാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇടത് വലത് BJP മുന്നണികളുള്ളത്. സ്ഥാനാർത്ഥികളാണെങ്കിൽ മണ്ഡലത്തിലൂടെ ഇപ്പോൾ ഒരു ഓട്ടപ്രദക്ഷിണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും റോഡ് ഷോ അല്ലെങ്കിൽ വാഹനത്തിലൂടെ ഇപ്പോൾ അവർ കടന്നു പോവുകയാണ്. തലശ്ശേരിയിലാണ് ഈ ഒരു സമാപനം. 4 മണിയാകുമ്പോഴേക്കും തലശ്ശേരിയിൽ 3 സ്ഥാനാർത്ഥികളും എത്തും എന്നാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലം, പ്രചാരണ വിഷയങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനം ഒട്ടാകെ ചർച്ച ചെയ്ത ഒരു മണ്ഡലം. ശരി മിഥില, ഏതായാലും സജീവമായ പ്രചാരണം തുടക്കം മുതൽ തന്നെ നമ്മൾ വടകരയിൽ അത് കണ്ടതാണ്. ഇനി കലാശക്കൂട്ടിലേക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും സജീവമായ പ്രചാരണം വടകര മണ്ഡലത്തിൽ. മിഥില ബാലനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.